അതിനെ ക്രിഞ്ച് ഭക്തി ഫെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നോർത്ത് ഇന്ത്യയിൽ വിടാൻ പോകുന്നില്ല. ഒരാഴ്ച ഭാഷ വിട്ടു, ഒരാഴ്ച കൊണ്ട് എല്ലായിടത്തും ആവശ്യം. ബാഹുബലിയൊന്നല്ല കേട്ടോ എന്റെ പൊന്നു. കൊള്ളാം, കുഴപ്പമില്ല. നല്ലേറ്റം കുറച്ചേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. കണ്ടിരിക്കും, കുഴപ്പം. ശോകമാണ്. കുഴപ്പമില്ലെന്നും പറയാൻ പറ്റുമോ? കാരണം ഫസ്റ്റ് ഹാഫ് മേക്കിംഗ് വൻ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഡിറ്റിംഗ് വരെ വൻ ശോകമാണ്. ഇവർ ചുമ്മാ ഷൂട്ട് ചെയ്തത് കളർ റീഡിങ് ചെയ്താൽ ചുമ്മാ എടുത്ത് ഇറക്കിയൊക്കെയാണ് തോന്നുന്നു. ഇവർക്ക് ബഡ്ജറ്റിന്റെ വിലയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതൊക്കെ കിട്ടിയെങ്കിൽ നല്ലൊരു സാധനം ഇറക്കിയിരുന്നു. അല്ലാട്ട് ആകെ അവിടെ 10 മിനിറ്റ് പോലും ഇല്ല. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല ബ്രോ ലാലേട്ടനെ പറ്റി. ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ? ഇത്ര കാണുന്നവരും വരൂല. ലാലേട്ടന്റെ ഗെറ്റപ്പ് ഒക്കെ വെറും കൂറ ട്രോളന്മാർക്ക് ആഘോഷിക്കാം ഇട്ട്. ലാലേട്ടന്റെ അഭിനയം ആ പാവം പറ്റുന്ന രീതി എന്തൊക്കെ ചെയ്തു വെച്ച്, പക്ഷെ പ്രതിഫലം വാങ്ങിക്കാതെ എന്തുകൊണ്ടെന്ന് മനസ്സിലായി. കാരണം ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും കൂടെ നഷ്ടമായി പ്രൊഡ്യൂസർ. ഫറോസും ഇതുമൊക്കെ ഒരേപോലെ അത്രയൊന്നും ഇല്ലല്ലോ, ആകെ 2 ഒരു ക്ഷേത്രത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ. 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ അത്രയും മതി. കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അലക്കുമായിരുന്നു. മോഹൻലാലും തന്നെയാണ്. മേക്കിങ്ങും ബോറാണ്, നല്ല ബോറാണ്. അതുകൊണ്ട് നല്ല ലാഭം കൊണ്ട് അങ്ങനെ ലാലേട്ടൻ്റെ ഒരു വിളി വരുമ്പം ഇത്തിരി ഉണരും, അത്രയാണ്. 100 കോടിക്ക് ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കാൽഭാഗം പോലും ഇവർ അടിക്കാൻ പോണില്ല. ഇതിൽ മോഹൻലാൽ പിന്നെയും ഭേദമായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ഇതിൽ മോഹൻലാൽ ഒരു ട്രോൾ മെറ്റീരിയൽ ആവുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ ട്രോൾ മെറ്റീരിയൽ ആവില്ല, ബാക്കിയുള്ളവരെല്ലാവരും ആവും. പോസിറ്റീവായിട്ട് ഇതിൽ ഒന്നുമില്ല ബ്രോ. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒന്നുമില്ല. ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ഇതിൽ ഈ സിനിമ കാണാൻ പറ്റാൻ വേറെ വല്ല പടം കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര മോശമായിരുന്നു. ബാഹുബലിയായിട്ട് ഒന്നും കമ്പയർ ചെയ്യരുത് ബ്രോ, അത്രയ്ക്ക് മോശമായിരുന്നു. എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ഇത് പറയണ്ട, എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് കുറച്ച് റോളേ ഉള്ളത് കുഴപ്പമില്ലാത്ത. ലാലേട്ടൻ പിന്നെ ഒന്നും മോശമാക്കുമല്ലോ. പല പടങ്ങളിലും ലാലേട്ടൻ്റെ പടം ഓടാതെ ലാലേട്ടൻ മോശമായിട്ടല്ലല്ലോ. ലാലേട്ടൻ്റെ ഒരു ശൈലി, ഒരു ഇൻബോൺ ആക്ടറാണല്ലോ അതിനകത്ത്. അപ്പം അതിനകത്ത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഏത് റോൾ കൊടുത്താലും പുള്ളി ഇല്ല നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. മനഃപൂർവ്വം ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി പറയണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ സുഖമായിരുന്നു. നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള സിനിമ ആണ്, നമ്മൾ ബുദ്ധി കളിക്കാൻ വേണ്ടിയല്ല. പലരും ഈ പറഞ്ഞ ബുദ്ധിജീവി കളിക്കുന്നത് അല്പസ്വല്പ ഫാന്റസിയും കാര്യങ്ങളും അതെല്ലാം നോർമൽ കേസിനകത്ത് കാര്യങ്ങൾ വരും. ഇതിനകത്ത് തെലുങ്ക് സിനിമയൊക്കെ അതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ചില മസാലയും കാര്യങ്ങളൊക്കെ അത് ചേർത്തിട്ടുമുണ്ട് അതിനകത്ത്. എങ്കിലും സംഭവം എന്നാണ് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ ഞാൻ സമയം പോകാൻ വേണ്ടി വന്നതാണ്, വെറുതെ ഒന്ന് ഫ്രീ ആയിട്ട് വന്നതാണ്. പക്ഷെ ഒരു നഷ്ടവും തോന്നുന്നില്ല. കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. ആ ഒരു ഫാന്റസിയിൽ കണ്ടോണ്ടിരിക്കാം. AC ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഓടി വണ്ണില്ല, നല്ല സ്ക്രീനാണ്, സൗണ്ട് സിസ്റ്റം കൊള്ളാം. പിന്നെ സിനിമയില് പ്രീതി മുഖം കൊള്ളാം, വേറൊന്നും കൊള്ളൂല. പടം ഫ്ലോപ്പാണ് കേട്ടോ. ലൈക്ക് ഒന്നുമില്ല പടത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നണേ നല്ലതായിട്ട് പറയാനായിട്ട് ഒന്നും തോന്നണില്ല. പോസിറ്റീവ് ഒന്നുമില്ല. ഇവന്മാർ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ഭക്തിയാണ് ഇവന്മാരുടെ മെയിൻ. എന്തോ മനുഷ്യനെ കാട്ടി ഏറ്റവും വലിയ ശക്തി ഭക്തിയാണ്. ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു ശക്തിയില്ല, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു വൻ ഫ്ലോപ്പ് പടം. പറയാണ്ടിരിക്കണം നല്ലത്. ചുമ്മാ വെറുതെ പൈസ കൊടുക്കാണ്ടൊക്കെ പൈസ വാങ്ങണ്ടെന്ന് ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് തോന്നണില്ല പൈസ വാങ്ങിക്കാണും. കാരണം അമ്മാതിരി ഒരു പന്ന റോളാണ്. ശിവപുരാണം എന്ന് പറയാം. അതായത് കിരാതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ വേറൊരു അംശമാണ്, അതായത് കാട്ടാളൻ, പിന്നെ രുദ്രൻ, അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ ശിവപുരാണം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് അറിയാൻ പറയാം. ഫസ്റ്റ് ഹാഫ് തന്നെ ഏറ്റവും ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ തന്നെ ഈ റൊമാൻറ്റിക്കിൽ വരുമ്പോൾ തന്നെ നടൻ വന്നിട്ട് പറയും, ഞാൻ ഒരു തട്ട് തട്ടുമ്പോൾ നീ എനിക്ക് വെള്ളം തരണം, ഞാൻ 2ാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്ക് ആഹാരം തരണം, ഞാൻ 3ാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്കൊരു ഉമ്മ തരണം. ഇതൊക്കെ വൻ കോമഡി ആയിപ്പോയി ബ്രോ. ഇതൊക്കെ റൊമാൻറ്റിക്കിലൊക്കെ. പടത്തിന്റെ ഇതിൽ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത് ഡബിങ് വെറും മോശം. ഇതിനെങ്ങാട്ടി എന്നെ വിളിച്ചത് ഞാൻ നല്ല രീതിയിൽ ഡബ് ചെയ്യുമായിരുന്നല്ലേ. ഒരു ശബ്ദ ഗാംഭീര്യം, നായകനായിട്ട് വന്ന നായകന് ഒരു ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ ശബ്ദം വേണം. പ്രഭാസിന്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഡബിങ് കേട്ടിട്ടുണ്ടല്ലോ, നല്ല ശബ്ദ ഗാംഭീര്യം തന്നെയല്ലേ. ഇതെന്തരടേ, ഒരു അവിയലും ഇല്ല. ലാലേട്ടൻ കുറച്ച് സമയമുള്ളൂ വന്ന്, പുള്ളിയുടെ ആ ഒരു രീതി വന്ന് ചെയ്തിട്ട് പുള്ളി അതങ്ങ് പോയിട്ടുണ്ട്. അതിന് പിന്നെ ലാലേട്ടൻ നമ്മൾ ഒരുപാട് ഫൈറ്റ് അങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് ശിവപുരാണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരക്കാൻ മൂഞ്ചി, തേങ്ങയും മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി, അല്ലാതെ രാവിലെ എന്തൊരു പറയേ.